ഓൾ ദ ലൈറ്റ്സ് സൗണ്ട് ക്യാമറ ആക്ഷൻ. അരുണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? ഫസ്റ്റായിട്ട് ഞാൻ ക്യാമറ ഫേസ് ചെയ്ത സീൻ എന്ന് പറയുന്നത് മീന ചേച്ചിയുടെ നടി കൊള്ളുന്ന സീനാണ്. ഇവിടെ നീ മോഹൻലാലിനെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. സോ ഹൗ ഡു യു അപ്രോച്ച് ദിസ് ന്യൂ വേവ്? എല്ലാ സിനിമയും നോട്ടീസ് ചെയ്യപ്പെടണമെന്നില്ല. വെബ് സീരീസിൻ്റെ പേര് ആങ്സൈറ്റി അശോക് എന്നാണ്. എല്ലാം ആയപ്പോഴത്തേക്ക് അത് കാണാൻ വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് മിസ്സിംഗ് ഉണ്ട്. 60 മൂവീസ് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഹാഷർ ആൻഡ് ടീമിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്. അതായത് ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. ഹലോ എവരിവൺ, വെൽക്കം ടു ബീയിങ് വോക്കൽ. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും ഒരുപാട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 പതിറ്റാണ്ടായി നമ്മുടെ മനസ്സിലൊക്കെ കയറി പറ്റിയ ഒരു നടനാണ്. 1999 ടോണി ഐസക് എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ബാലതാരമായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വന്ന് ഇന്നും നമ്മളെയൊക്കെ ഹരം കൊള്ളിപ്പിക്കുന്ന ഒരു നടൻ, നമ്മുടെ സ്വന്തം കുട്ടേട്ടൻ. ലെറ്റ്സ് വെൽക്കം അരുണകുമാർ ടു ദ ഷോ. അരുണേട്ടാ, വെൽക്കം. താങ്ക് യു. ഇന്ന് മലയാള സിനിമയിൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത ചേട്ടൻ, അതൊരു ലോങ് ജേണിയാണ്. ഓൾമോസ്റ്റ് 30 വർഷത്തെ ജേണി. ഒന്നുകൂടെ ഒന്നിന്ന് തുടങ്ങിയാലോ? വിച്ച് ഇസ് ചേട്ടൻ ആദ്യമായിട്ട് സെറ്റിൽ പോയ ചേട്ടൻ്റെ ഫസ്റ്റ് കോർ മെമ്മറി ഇൻ മലയാളം സിനിമ എന്തായിരുന്നു? സിനിമ ഫസ്റ്റ് ഒളിമ്പ്യൻ അന്തോണി യാദവാണ്. അതെ. അപ്പോൾ ഒളിമ്പ്യനിൽ സേലം ഏർക്കാട് വെച്ചായിരുന്നു ഷൂട്ട്. ഞാൻ ഒളിമ്പ്യനിലേക്ക് വരുന്നത് എൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന് ഏഷ്യാനെറ്റിൽ വന്നു. നികേഷ് കുമാറായിരുന്നു അന്ന്, പുള്ളിയായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ ചെന്നൈയിലിരുന്ന് ഭദ്രൻ സാറ് കണ്ടു. ഭദ്രൻ സാർ എന്നെ അന്വേഷിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ഞാനുമായിട്ട് മീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാൽ സാറുമായിട്ടൊരു പടമാണ് എന്ന് പറഞ്ഞു. അപ്പം ചെയ്യാൻ വില്ലിങ് ആണോ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അതിന് ശേഷം ഒരു 2.5 വർഷത്തിന് ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത്. ഇത് ചേട്ടൻ എത്ര പഠിക്കുമ്പോഴാണ്? പടം തുടങ്ങിയത് 5th ആണ്. അതിന് മുമ്പേ ഒരു 2.5 ഇയേഴ്സ് എടുത്തു പ്രോജക്റ്റ് ഓണായി വരാൻ. അതിന് ശേഷം സാറിനെ കാണാൻ വേണ്ടി പാലയിലേക്ക് വിളിച്ചു. പടം ഓണാവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പാലയിൽ പോയി സാറിനെ കണ്ടു. സാറ് പറഞ്ഞു, അഭിനയിക്കാൻ അറിയാമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ന്. അപ്പോൾ ഒന്ന് കരഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അതും എനിക്കറിയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് സാറ് പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് ശേഷമാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഏപ്രിലാണെന്ന് തോന്നുന്നു. സേലം ഏർക്കാട് വെച്ചിട്ട് മൗണ്ട് ഫോർട്ട് എന്ന സ്കൂളിൽ വെച്ചായിരുന്നു ഷൂട്ട്. അങ്ങനെ ഞാൻ ലൊക്കേഷനിലേക്ക് എത്തുന്നു. കോട്ട് സൂട്ടൊക്കെ എടുത്ത് ആദ്യമായിട്ട് മറ്റേ യൂണിഫോം കോട്ട് സൂട്ടൊക്കെ അങ്ങനത്തെ ടൈപ്പാണല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് വന്നതും. ലാൽ സാറിനെ ഫസ്റ്റ് കണ്ടത് അവിടെ വെച്ചിട്ട് തന്നെയാണ്. അപ്പം എനിക്ക് ഇപ്പോഴും മെമ്മറി എന്ന് പറയുന്നത്, പുള്ളി ഒരു പില്ലറിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട്, പില്ലറിൽ ഇങ്ങനെ ചാരി നിൽക്കുക കൈ വെച്ച്, എന്നിട്ടൊരു സീൻ പേപ്പർ വായിക്കുന്നതാണ് ഞാൻ ഫസ്റ്റായിട്ട് കണ്ടത്. അതിന് ശേഷമാണ് ഭദ്രൻ സാർ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇതാണ് നമ്മുടെ ടോണി ഐസക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ആ സിനിമ ചെയ്യുന്ന ഒരു വലിയൊരു മാജിക് ജേണി ആയിരുന്നു. കാരണം സാറുമായിട്ട് കുറേ സീൻസ് ഉണ്ട്, പാട്ട് മൊത്തം ഉണ്ട്, പിന്നെ അല്ലാതെ കുറേ മിക്കവാറും എല്ലാ കോമ്പിനേഷൻ സീൻസും സാറുമായിട്ടാണ്. പിന്നെ ഫസ്റ്റായിട്ട് ഞാൻ ക്യാമറ ഫേസ് ചെയ്ത സീൻ എന്ന് പറയുന്നത് മീന ചേച്ചിയുടെ നടി കൊള്ളുന്ന സീനാണ്. ഫസ്റ്റ് ആ ചാട്ട പോലത്തെ സാധനം വെച്ച് അടി കൊള്ളുന്ന പരിപാടിയാണ്. അതൊക്കെയാണ് മെമ്മറി. ഫസ്റ്റ് തുടങ്ങിയത് അവിടെയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം ഏതായിരുന്നു? പ്രിയം. പ്രിയം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ എല്ലാ സൂപ്പർ സ്റ്റാർസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാവരുടെയും, അല്ലെങ്കിൽ ലെജൻസ് എന്ന് പറയാൻ പറ്റുന്ന എല്ലാവരുടെയും ബാലതാരം. ചെയ്തിട്ടുണ്ട്. ഹൗ വാസ് ദാറ്റ്? അത് പ്ലാൻ ചെയ്തൊന്നുമല്ല, അല്ലാതെ വന്നതെല്ലാം ക്യാരക്ടേഴ്സ് വിളിച്ചു അങ്ങനെ ചെയ്തതാണ് ആ സമയത്ത് ചെറുപ്പത്തിൽ. ഞാൻ ഫസ്റ്റ് ബാല്യം ചെയ്തത് എനിക്ക് തോന്നുന്നു സുധീഷ് ചേട്ടൻ്റെയാണ് തുടങ്ങിയത്. വലിയേട്ടൻ എന്ന സിനിമയിലാണ്. അതിന് ശേഷമാണ് ഞാൻ ദാദാ സാഹിബ് ചെയ്തത്, മമ്മൂക്കയുടെ ചെയ്തത് ദാദാ സാഹിബ്. പിന്നെ ഞാൻ മീശമാധവൻ ചെയ്തു, ദിലീപേട്ടൻ്റെ ചെറുപ്പം ചെയ്തു. പിന്നെ മയിലാട്ടം എന്ന് പറഞ്ഞ സിനിമ ജയറാമേട്ടൻ്റെ ചെറുപ്പം ചെയ്തു. പിന്നെ ടൈം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി സാറിൻ്റെ ചെറുപ്പം ചെയ്തു. പിന്നീടാണ് ലാൽ സാറിൻ്റെ ചെറുപ്പം ചെയ്തത്, അത് നമ്മുടെ അലിബായിലെ. അങ്ങനെ ഏകദേശം എല്ലാവരെയും കവർ ചെയ്തു. ഒളിമ്പ്യൻ ആന്റണി എടുത്തതിന് ശേഷം ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് ചേട്ടൻ ഇപ്പം സ്കൂളിലും നാട്ടിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവരുടെയൊക്കെ റിയാക്ഷൻ? പിന്നെ അത് പോസിറ്റീവ് ആയിരുന്നോ പ്രഷർ ആയിരുന്നോ? ഒന്നാമത് ആ ഏജിൽ വലുതായിട്ടൊന്നും അറിയുന്ന ഏജ് അല്ല, 10 വയസ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ. ആരടുത്തും പറഞ്ഞില്ല. ഞാനൊരു എന്താ പറയുക, സാറ് തന്നെ പറഞ്ഞായിരുന്നു, ഭദ്രൻ സാർ തന്നെ പറഞ്ഞു, അത് നമുക്ക് പിന്നെ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് രമേശ് എന്ന് പറയും, പുള്ളി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണേ, എടാ നീ മോഹൻലാലിനെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ മാഗസീനിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നീ സിനിമയിൽ അഭിനയിക്കുന്ന? ആ ശരി. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ. പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേക്ക് അവൻ മാഗസീൻ കൊണ്ടുവന്നു, ടീച്ചറിനെ കാണിച്ചു. അപ്പോൾ ടീച്ചർ
ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് എന്താ ഇതൊന്നും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. പിന്നെ സ്കൂൾ മൊത്തം അറിഞ്ഞത് അങ്ങനെയാണ്. പ്രിൻസിപ്പൾ റൂമിൽ വിളിച്ചു. എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അല്ല, അവർ ഇങ്ങനെ റിവീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു. ബട്ട് അതൊരു അതെനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു മൊമെൻ്റാണ്. പിന്നെ സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഇത്രയും സിനിമ ചെയ്യാൻ കാരണങ്ങളിൽ ഒരു മെയിൻ ഫാക്ടർ സ്കൂളും കൂടെയാണ്. അവരുടെ സപ്പോർട്ടും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നൈസ്. കാരണം എനിക്ക് ലീവ് തരിക, ഒരു ഷൂട്ട് തുടങ്ങുമ്പോൾ മിനിമം ഒരു 30 ഡേയ്സ് ഷൂട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രിയം ചെയ്തപ്പോഴൊക്കെ 30 ഡേയ്സ് ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സിനിമയ്ക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് പോകണം. ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുക, പരീക്ഷ പാസ്സാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ നോട്ടൊക്കെ തന്ന് സഹായിച്ചു. അങ്ങനെയൊക്കെയാണ്. ഈ ഒരു പീരീഡില്ലേ ചേട്ടൻ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു. ആൻഡ് ആ ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിപ്പുണ്ട്. പക്ഷേ ഇപ്പം പലരും സ്റ്റാഗ്നൻ്റ് ആയി പോകാറുണ്ട്. ഈ ഇപ്പം നമുക്ക് കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ തന്നെ പ്രൊഫൈലുള്ള വേറെയും ബാലതാരമായിട്ട് വന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അവരും ഈ ഒരു സിമിലർ ഗ്രാഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പലരും അതിൽ ലോസ്റ്റ് ആയി പോയിട്ടുണ്ട് ഓഫ് കോഴ്സ്. അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? ദേ ഓൾസോ വുഡ് ഹാവ് ടേക്കൻ ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ടും അത് അവർ ഈ ഒരു ബാരിയർ ക്രോസ് ആയി പോയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇനി ചേട്ടൻ്റെ അപ്രോച്ചാണോ അതിന് വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നത്? എൻ്റെ അപ്രോച്ച് അല്ല, അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും നമ്മളെ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ നീ ഇനി എന്തിന് സിനിമ എന്നുള്ളൊരു ചോദ്യം വരാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. എനിക്ക് ഒരു പോയിന്റിൽ പോലും എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ അടുത്ത് സിനിമ ഇനി വേണോ, നിനക്ക് വേറെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കിക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആകെ പറഞ്ഞത് നിൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൽ തന്നെ വീണ്ടും നിൽക്കുന്നതിൻ്റെ ബേസിക് എലിമെൻറ്റ് റീസൺ അതാണ്. സിനിമ ഇപ്പം വരുമ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ ഓരോ സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയിക്കോട്ട് തന്നെ ഇരിക്കണം. നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഓൾമോസ്റ്റ് 2 വർഷം ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നു. അത് ബട്ട് ആക്ച്വലി അത് നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ടാണ്. ആ പ്രോജക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത, അല്ലെങ്കിൽ അത് ഷൂട്ടിന് വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചു. അതിലും നല്ല റെസ്പോൺസ് കിട്ടി. ആ പടത്തിന് ശേഷം നമ്മൾ അടുത്ത പടങ്ങൾ എനിക്ക് ആ ക്യാരക്ടറുമായി കിട്ടുക ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു 2 പടം ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമയും നോട്ടീസ് ചെയ്യപ്പെടണമെന്നില്ല. അത്യാവശ്യം ഹിറ്റായാലാണല്ലോ നമ്മൾ അതിലോരോ ക്യാരക്ടേഴ്സൊക്കെ ഓർക്കുന്നത്. പിന്നെ മിക്കതും കുറേ ക്യാരക്ടർ റോളായിരുന്നു. അങ്ങനെ അറൗണ്ട് ഒരു 60 മൂവീസ് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം കറന്റ്ലി. നൈസ്. സോ അതിലൊരു ട്രാൻസിഷനിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു, പിന്നീട് നായകനായി, പിന്നെയും ബാക്ക് ടു ക്യാരക്ടർ റോൾ ആർട്ടിസ്റ്റാണ്. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓർ അതിനെ ചേട്ടൻ എങ്ങനെയാണ് ഡീൽ ചെയ്തത്? ഇപ്പോൾ പലർക്കും ഒരു സ്റ്റാർഡം കിട്ടി നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും ക്യാരക്ടർ റോൾ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും എനിക്കില്ല. ഞാൻ ചെറുപ്പം മുതലേ സിനിമയിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം, സിനിമ അറിയാവുന്നതുകൊണ്ടായിരിക്കാം, എനിക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ സിനിമ ചെയ്യുന്നു. ക്യാരക്ടർ റോൾസ് ആണ് മിക്കതും ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ ബാല്യം ചെയ്യുന്നു. അതിന് ശേഷം ഒരു ടീനേജൊക്കെ ആയപ്പോഴാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു സൈക്കിളൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്കൊരു ചേഞ്ചസ്, അത് കുറച്ചും കൂടെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ആക്ടിങ്ങിനെ പറ്റി. അതുവരെ നമ്മളൊരു കുട്ടിക്കളി, അല്ലെങ്കിൽ ഒരു കൊച്ചു പയ്യൻ, അപ്പോൾ നമുക്ക് മൈൻഡിലൊന്നും അത്ര സിനിമ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. അതിന് ശേഷമാണ് അതിലേക്ക് എത്തിയത്. എനിക്കൊരു കിട്ടിയൊരു ഭാഗ്യമായിരിക്കണം. അതായത് ഏത് സിനിമയിലാണെങ്കിലും ഒരു സീനാണെങ്കിൽ ആ സീൻ ആക്ച്വലി ആ സിനിമയുടെ ഒരു കീ എലിമെൻ്റ് ആയിരിക്കും, ക്യാരക്ടർ. അതൊരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ ചെയ്ത നായകനായിട്ട് ഒരുപാട് പടമൊന്നും ചെയ്തിട്ടില്ല. ധമാക്ക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നായകനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞ കോവിഡായി. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ പടങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്കൊരു വലിപ്പ ചെറുപ്പം സിനിമയാണ് അൾട്ടിമേറ്റ്ലി സിനിമയുടെ ഭാഗമാവുക. നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നായകനെന്നോ അല്ലെങ്കിൽ സൈഡ് റോളോ അതിലേക്ക് മാറിപ്പോയല്ലോ, അങ്ങനെ ഒരു നെവർ. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുക എന്നുള്ളത്. അന്ന് കിട്ടുന്ന കുറേ വാല്യൂസ് ആൻഡ് ലെസൺസ് ഉണ്ടാവും. അങ്ങനെ അന്ന് കിട്ടി ഇപ്പോഴും ചേട്ടൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ലെസൺസ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അത് തിരുത്തിയിട്ട് ഇത് പാടില്ല, അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഞാനിതൊന്നും ചെയ്യാറില്ല, ബിക്കോസ് ഇന്നത്തെ സിനിമാ വേവും സിനിമാ സെറ്റപ്പും അങ്ങനെയല്ല എന്ന് തിരിച്ചറിവുകൾ? സിനിമയിൽ തിരുത്തൽ ഒബ്വിയസ്ലി ആക്ടിങ്ങിൻ്റെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക, നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ആ ഒരു കാര്യം എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പഠിച്ച കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, നമ്മൾ സമയം ഓൺ ടൈമിൽ എത്തുക എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട് ഞാൻ
ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരിക്കലും ലേറ്റ് ആവാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് അറിയാവുന്ന എല്ലാ സീനിയേഴ്സും ഞാൻ അന്ന് നീ ചോദിച്ചതുപോലെ എല്ലാവരും അത്ര അടുത്ത ആൾക്കാർ അവർ പറഞ്ഞതും ആ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ചതിൽ നമുക്ക് അവരുടെ അഭിനയം പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ ശ്രമിക്കാം. ആ ശ്രമം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ബട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവരെ ടൈമിങ്ങിൽ എത്തുക, കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ ലൊക്കേഷനിൽ എത്തുക, അവരുടെ കറക്റ്റ് ജോലിയിൽ ഭാഗമായിട്ടൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സിനിമ, ആക്ടിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ സൂപ്പർ സീനിയേഴ്സായ ലെജൻസായ ഒരുപാട് പേരോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പലരുടെയും വർക്ക് ചെയ്യുമ്പോൾ ഓരോ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എനിക്ക് പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ പല സ്ഥലത്തു നിന്ന് എനിക്ക് ഓരോ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അഡ്വൈസ് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ യൂസ് ചെയ്യുന്ന ഫ്രെയിമിൽ നിൽക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന രീതികൾ, അപ്പോൾ അതൊക്കെ കുറേ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തതിൻ്റെയാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തു വരിക എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം. ചേട്ടനും ഇപ്പം 3 പതിറ്റാണ്ടായിട്ട് സിനിമയിലുണ്ട്. ഇപ്പം ചേട്ടൻ വന്ന സമയത്തിനും ഇന്നും സിനിമയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. ഒരു പുതിയ ന്യൂ വേവ് എന്ന് പറയാം. സോ ഹൗ ഡു യു അപ്രോച്ച് ദിസ് ന്യൂ വേവ്? ഇപ്പോഴത്തെ സിനിമയെ ചേട്ടൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ നോട്ടീസ് ചെയ്തത് വെച്ചിട്ട് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി 3ഓ 4ഓ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ആ ഏജിൽ. അപ്പോൾ അതിൽ നമുക്കൊരു ഭയങ്കര പ്രയോറിറ്റി ഉണ്ടായിരുന്നു. കാരണം അപ്പം മിക്കവാറും ഒരു ക്യാരക്ടർ ചിന്തിക്കുമ്പോൾ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓർക്കും. വേറെ ഇതില്ല. ബട്ട് ഇപ്പം മാറി വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ്, സിനിമ ഡിജിറ്റലൊക്കെ ആയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നതിൽ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിനിമ അപ്രോച്ചബിളായി. എല്ലാവർക്കും സിനിമയിലേക്ക് എത്താൻ പറ്റും. അപ്പം ഒരുപാട് ആക്ടേഴ്സായി, ഒരുപാട് ഓപ്ഷൻസായി. ഇപ്പോൾ ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസായി. അപ്പോൾ ആ സ്ഥലത്തൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മളതിൻ്റെ അതിൽ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായി നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാലേ പറ്റുള്ളൂ. അത് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല എന്ന് പറഞ്ഞത് അതാണ്. പണ്ടാണെങ്കിൽ ഓപ്ഷൻസ് കുറവായിരുന്നു. ആക്ടിങ്ങിലാണെങ്കിലും ഉം. എല്ലാ മേഖലയിലും ഓപ്ഷൻസ് കുറവാണ് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. ഉം. ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഡേ ബൈ ഡേ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിൽ നിന്നാണെങ്കിലും അല്ലാതെ സിനിമയുമായി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഭയങ്കര ഇതായി. എന്താ പറയുക, വൈഡായി. വൈഡായി. അപ്പം ഒരുപാട് പേര് വരുന്ന സ്ഥലത്ത് നമുക്ക് ഓക്കെ, ഞാൻ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും പടം ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്തതാണ്, അതുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നാൽ ഇനി അങ്ങോട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രമിക്കുക, നമ്മൾ ഓരോ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക, നമ്മൾ സംസാരിക്കുക. അപ്പം ചിലപ്പം അവർ നമ്മൾ വിളിക്കുന്ന പോയിന്റിലായിരിക്കും അവരല്ലെങ്കിൽ ഇവനുണ്ടല്ലോ, ഇവനെ ഒന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്ന ഇതിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും സർവൈവൽ മെക്കാനിസം, അല്ലെങ്കിൽ പലരും ഇന്ന് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്റ്റാർസ് ആണെങ്കിൽ പോലും അവരൊരു ഗ്രൂപ്പിലാണ് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ അവരുടെ കംഫർട്ട് കൊണ്ടാവാം, ചിലപ്പം ആ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാവാം. ചേട്ടൻ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗ്രൂപ്പ്സ് അല്ല. എനിക്ക് തോന്നുന്നത് അതൊരു ടീം ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നു. അത് കുറേ ആൾക്കാർ മിക്കവാറും ഫ്രണ്ട് സർക്കിളാണ് സിനിമ. ഇപ്പോൾ നമുക്കൊരു കോമൺ എലിമെന്റിൽ കണക്ട് ആവുന്ന അത് സിനിമ എന്നുള്ള എലിമെന്റിലാണല്ലോ ഒരുപാട് കണക്ട് പേര് ആവുന്നത്. കണക്ട് ആവുന്നത്. സിനിമയിലുള്ള ആൾക്കാർ കണക്ട് ആവുന്ന സിനിമയാണ്. തീർച്ചയായും. ഒരാൾ ചിലപ്പോൾ ക്യാമറ ചെയ്യാൻ വന്നതായിരിക്കും, ഡയറക്ഷൻ ചെയ്യാൻ വന്നതായിരിക്കും, ഒരാൾ അഭിനയിക്കാൻ വന്നതായിരിക്കും, ഒരാൾ എഡിറ്റർ ആവാൻ, അങ്ങനെയൊക്കെയാണല്ലോ കണക്ട് ആവുന്നത്. ആ ഒരു അതെ. കണക്ഷൻ ഒരു ടീമായി മാറുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഇതിൽ മാത്രം ഭാഗമായിട്ട് നിൽക്കണം എന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. എല്ലാ സിനിമകൾ നമുക്കിപ്പം ചിലപ്പം ഒരു ടൈപ്പ് മാത്രം ചെയ്യാൻ പാടില്ലാന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ടൈപ്പ് ക്യാരക്ടർ മാത്രം, അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ ഇതിൽ മാത്രം നിൽക്കേണ്ട എന്ന് ചിന്തിക്കുന്നത്. എത്രയൊക്കെ മാറി മാറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു ടീം ഭാഗമാവണോ വേണ്ടെന്ന് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ നോട്ടീസ് ചെയ്തൊരു റീസെൻറ്റ് ടൈംസിൽ ചേട്ടൻ്റെ ശ്രദ്ധിക്കപ്പെട്ട 2 കഥാപാത്രം വിപിൻ ദാസ് എന്ന് പറഞ്ഞ വ്യക്തിയുള്ള പ്രോജക്ട്സിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനെ ഫ്രെയിം ചെയ്തത്. നിങ്ങളുടെ കൂട്ടുകെട്ടിനെ പറ്റി പറയാമോ? നിങ്ങളുടെ കൊളാബറേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം അവിടെ എല്ലാം ഒരു ഇമ്പാക്റ്റ് കുറേ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പരിചയപ്പെട്ടതാണ്. കസിൻസാണ്, ഒരു സെക്കൻഡ് കസിൻസാണ് നമ്മൾ. ബട്ട് നമ്മളെ കണക്ട് ചെയ്ത എലിമെന്റ് സിനിമയാണ്. ആ. നമ്മൾ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും നമുക്ക് അത്ര ബന്ധമൊന്നുമില്ലായിരുന്നു. ഓക്കെ. ബട്ട് നമുക്ക് സിനിമ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ കണക്ട് ആയതാണ്. എന്നിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുകയും, വിപിൻ ചേട്ടൻ ചെയ്ത ആദ്യത്തെ ഷോർട്ട് ഫിലിമിൽ ഞാനായിരുന്നു ഹീറോ ആയിട്ട് അഭിനയിച്ചത്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ ആ മുത്തുകവിൽ ഞാൻ ചെയ്തു, ആ. ഫസ്റ്റ് പടത്തിൽ ഞാനുണ്ടായിരുന്നു. ഇതിലെല്ലാം ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അറിയാവുന്ന ഒരാളാകുമ്പോഴത്തേക്ക് അയാൾക്കറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വേറൊരാൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പുള്ളിക്കറിയാം ഇത് ചെയ്യാൻ പറ്റും, ഇവന് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു
ഉണ്ണിമൂലം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് അജു ചേട്ടൻ നായകനായിട്ട് ചെയ്തത്. ആ ഷോർട്ട് ഫിലിമിൽ തന്നെ എൻ്റെ ക്യാരക്ടർ രമണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഒരു ടിപ്പിക്കൽ നായകൻ്റെ എർത്തായിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ മുത്തുകവ് വന്നപ്പോഴും അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. ബട്ട് കുറച്ചും കൂടി ഒരു കോമിക്കായിട്ടും അങ്ങനത്തെ ഒരു ടൈപ്പാണ് തന്നെ. അപ്പോൾ ഇത് തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് പുള്ളിക്കുണ്ട്. ഉം. കാരണം അറിയാമല്ലോ, നമുക്ക് പേഴ്സണലി മനസ്സിലായി. അറിയാം. അതിനുശേഷം വ്യസന സമേതം വന്നപ്പം എൻ്റെയിൽ ഡിഫറൻ്റ് ആയിട്ടൊരു ടോക്സിക് ആയിട്ടുള്ളൊരു അഖിൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് തന്നു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ പരസ്പരം അറിയാവുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നൈസ്. ഇപ്പം ചേട്ടൻ ഈ ഒരു ഇപ്പം ആർട്ടിസ്റ്റായിട്ട് മാത്രമേ ആക്ടറായിട്ട് മാത്രമേ ചേട്ടൻ മലയാള ഇൻഡസ്ട്രിയിൽ ഇതുവരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൂ. അതല്ലാണ്ട് വേറൊരു മേഖലയിലേക്ക് പോകാനുള്ള താല്പര്യങ്ങളുണ്ടോ? ഒബ്വിയസ്ലി എനിക്ക് ഡയറക്ഷനും റൈറ്റിംഗ് ഒക്കെ താല്പര്യമുണ്ട്. ബട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പൊസീറ്റ് ഓഫ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഓരോരുത്തർക്കും അത് പല പല ഗ്രാഫ്സിൽ കൂടി കടന്നു പോയിട്ടാണ് അവിടേക്ക് എത്തിക്കുക. ചേട്ടൻ്റെ സിനിമാ യാത്രയിൽ ചേട്ടനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു മുഹൂർത്തം എന്തായിരുന്നു? സിനിമയിൽ വിഷമിപ്പിച്ചത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് മാറുക എന്ന് പറയുന്നത് ഒരു വിഷമമായിരുന്നു. ഡേറ്റ് ഒരു 15 ഡേയ്സ് ഡേറ്റൊക്കെ തന്നു. മറ്റന്നാൾ തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നായപ്പോഴത്തേക്ക് അതിന് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡേറ്റ് എന്തെങ്കിലും മാറിയതായിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് പിന്നീട് ഞാൻ അനക്കമൊന്നും കാണാതെ അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അത് വേറെ കാസ്റ്റിംഗ് ആയിപ്പോയി, അതൊക്കെ വേറെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം എനിക്ക് കുറച്ച് ഹേർട്ടിംഗ് ആയിട്ടുണ്ട്. മനസ്സിലായി. അപ്പം സിനിമ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമ ഇല്ലാത്തൊരു സമയത്ത് ബിയോണ്ട് ഓൾ ദ ലൈറ്റ്സ്, സൗണ്ട്, ക്യാമറ, ആക്ഷൻ അരുണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് ഒരു സാധാരണ ഞായറാഴ്ചയിൽ താങ്കൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? സാധാരണ ആൾ തന്നെയാണ്. സാധാരണ ഞായറാഴ്ചയല്ല. എല്ലാ ദിവസവും സാധാരണ ദിവസങ്ങളായിരിക്കും എനിക്ക്. ഇല്ല അങ്ങനെ ചെയ്യാൻ ഞായറാഴ്ച എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഡെയിലി വർക്കിംഗ് പോകുന്ന ആൾക്കാർക്കാണല്ലോ. അവർക്കൊരു വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ലല്ലോ. എന്നാലും ഒരു മലയാളി എന്ന രീതിക്ക് വാട്ട് വുഡ് ബി എ സൺഡേ പ്രോഗ്രാം? മിക്കവാറും സൺഡേസ് ഫാമിലി ആയിട്ടായിരിക്കും. ഓക്കെ. നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ സൺഡേസ് മിക്കവാറും ലഞ്ച് ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് സൺഡേസ് എനിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളും ഇതേപോലെയൊക്കെ തന്നെ ഫ്രീ ആയിട്ട് വീട്ടിൽ സിനിമ കാണുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. ചേട്ടന് ഇതിനുള്ളിൽ ഇപ്പൊ സങ്കടം വന്നു കഴിഞ്ഞാൽ വാട്ട്സ് യുവർ തെറാപ്പി എന്ന് എല്ലാവർക്കും വേണമല്ലോ. തെറാപ്പി ഒന്നുമില്ല. ഞാൻ സങ്കടം വന്നാൽ ഞാൻ സെൽഫായിട്ട് അങ്ങ് ഒതുങ്ങും കുറച്ച് നേരത്തേക്ക്. അല്ലെങ്കിൽ അങ്ങനെ അതെ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് സങ്കടം അങ്ങനെ അങ്ങനെ എക്സ്പോസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. രണ്ടും അതങ്ങനെ വെച്ചേക്കും. ഞാനതങ്ങ് സെൽഫായിട്ട് അതങ്ങ് തീർക്കാണ് പതിവ്. സന്തോഷം. സന്തോഷവും ഏകദേശമൊക്കെ അങ്ങനെ തന്നെ. ഏകദേശമൊക്കെ അങ്ങനെ തന്നെ. ബട്ട് സ്റ്റിൽ അതൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്ത് അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും സംസാരിക്കുകയും അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അത് ഞാൻ മിക്കവാറും അടുത്ത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യും. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു സംഭവം ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യം ഭയങ്കര ഓക്കെ. അതായത് നമ്മൾ ഇതിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും റിപ്പർക്കഷൻ ആണല്ലോ ബേസിക്കലി നമ്മുടെ ജീവിതം. അപ്പം സിനിമയെ സംബന്ധിച്ച് ചേട്ടൻ എടുത്തിട്ട് റിഗ്രറ്റ് അടിച്ചു പോയിട്ടുള്ള ഒരു തീരുമാനമുണ്ടോ? ചില സിനിമകൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് എക്സ്പെക്റ്റേഷൻ കൂടിയതുകൊണ്ടായിരിക്കാം. ഓക്കെ. ചിലപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് കേട്ട് ആ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ സംഭവമൊക്കെ നോക്കി നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതേപോലെ ആയിരിക്കില്ല അവിടെ വർക്ക് ആവുന്നത്. ഉം. അപ്പം അതിൽ ചെറിയൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അതിൽ റിഗ്രറ്റ് ആയിട്ടൊന്നുമല്ല, സ്റ്റിൽ സിനിമയിലാണല്ലോ. അതുകൊണ്ട് ഒരു ഹാപ്പിനെസ് ആ സൈഡിലുണ്ട്. ഓക്കെ. ബട്ട് സ്റ്റിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ആക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കാര്യം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചായിരുന്നല്ലോ. വിച്ച് ഇസ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടും, പിന്നീട് അത് അങ്ങനെ വരാത്തപ്പോഴാണ് ആ ഒരു സങ്കടം വരുന്നത്. മലയാള സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോൺ ടു എ വെരി ലാർജ് സ്കേപ്പ്. അന്നുള്ള പോലെയല്ല. പക്ഷെ അന്ന് മലയാള സിനിമയുടെ ക്വാളിറ്റി ഇത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലോട്ട് അല്ല, ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്? നമ്മളൊരു സൊസൈറ്റി എന്ന രീതിക്ക് അപ്ലിഫ്റ്റ് ആയതുകൊണ്ട് മാത്രമാണോ, അതോ എനി അതർ റീസൺസ് നമ്മുടെ ക്വാളിറ്റി വേറെ രീതിക്ക് ഇൻക്രീസ് ആയതുകൊണ്ടാണോ? അല്ല, പണ്ടും മലയാള സിനിമ എപ്പോഴും ഓൾ ഇന്ത്യയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ മലയാളത്തിൽ നിന്നുണ്ടാകുന്ന സിനിമകളും മലയാളത്തിൽ നിന്ന് വന്ന നടന്മാരും ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. നാഷണൽ സിനിമയ്ക്കും ഇവിടെ നിന്ന് വാങ്ങിക്കും, സ്ക്രിപ്റ്റിന് ഇവിടെ നിന്ന് മലയാളികളാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഒരു സമയത്തൊക്കെ. ഒരുപാട് നല്ല നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും സിനിമ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയാസും കുറച്ചും കൂടെ എക്സ്പോഷർ കൂടിയപ്പോഴത്തേക്കും അത് എല്ലാവരും വിസിബിളായി എന്നാണ് എനിക്ക് തോന്നിയത്. പണ്ടും അത് ഉണ്ടായിരുന്നു. അത് അന്നത്തെ മീഡിയയുടെ ലിമിറ്റേഷൻസ് കാരണം അധികം ഇപ്പൊ അക്സെപ്റ്റൻസ് കൂടി എന്നുള്ളതാണ്.
എനിക്ക് തോന്നിയത് അന്നും ഉണ്ടായിരുന്നു എന്നാണ്. ബട്ട് അത് എല്ലാരും അറിഞ്ഞിട്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് നമുക്ക് അറിയില്ലായിരുന്നു. മലയാള സിനിമ ഇല്ല ഈ മലയാള സിനിമ തെലുങ്കിലുള്ള ഡയറക്ടേഴ്സ് കാണുന്നെന്നും, ഹിന്ദിയിലുള്ളവര് കാണുന്നുണ്ടും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ അറിയാൻ തുടങ്ങി. കാരണം അവര് കണ്ടിട്ട് അവരതിനെപ്പറ്റിയൊരു ചർച്ച നടത്തുന്നു. അല്ലെങ്കിലൊരു പോസ്റ്റ് ഇടുന്നു, റിവ്യൂ ഇടുന്നു. ഇന്നൊരു സിനിമയുണ്ട്, മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ കുറച്ചുകൂടെ അറിയുന്നു. അപ്പൊ അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ ക്വാളിറ്റി ഒബ്വിയസ്ലി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല സബ്ജക്റ്റുകൾ എഴുതുന്നുണ്ട്. സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ചെയ്യുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പണ്ടൊക്കെ മലയാളത്തിൽ ചെയ്യുന്നത് നമ്മളൊരു നാടും ഒക്കെ വെച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനെയല്ല. ഒരു ടിപ്പിക്കലി മലയാളി മാത്രമുള്ള സിനിമകളല്ല. ഇത് എവിടെയും എല്ലായിടത്തും ഈക്വൽ വർക്ക് ആവുന്ന സബ്ജക്റ്റ്. യൂണിവേഴ്സൽ ലാംഗ്വേജിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ തമിഴ്നാട്ടിലും ഓടുന്നുണ്ട്. തെലുങ്കിലും ഓടുന്നുണ്ട്. കന്നഡയിൽ ഹിറ്റാവുന്നുണ്ട്. മലയാള സിനിമ ഡബ് ചെയ്ത് ഇറക്കിയാൽ പോലും അത് വലിയൊരു ചേഞ്ചാണ്. അങ്ങോട്ടൊക്കെ ചേക്കേറണമെന്നുണ്ടോ? സിനിമയായാൽ എവിടെയാണെങ്കിലും നിൽക്കും. സിനിമയുടെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അത് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒന്നും ഇല്ല. ചേട്ടന് ഓഡിയൻസിന് എപ്പോഴും കൊടുക്കണമെന്നുള്ള ഇതെന്താണ്? ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ എന്താണ് ഓഡിയൻസിന് നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടേണ്ടതെന്നുള്ള ഫീലിംഗ് ആണ്? ഈ പറഞ്ഞ പോലെ ഈ എന്ത് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നത് അവർ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ ആ ക്യാരക്ടർ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ട്. നമ്മൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത്. ഇപ്പം ഈ ബിഗ് ബ്രേക്ക് എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ? കുറേ ദിവസം സിനിമയിൽ ചെയ്ത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ചേട്ടന് ഇപ്പം ലിറ്ററലി പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടനുള്ളൊരു അല്ല അതാണ് പറഞ്ഞത്. അങ്ങനെ അവസരങ്ങൾ വരട്ടെ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ കിട്ടട്ടെ. അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് വരുമ്പോൾ മാക്സിമം എൻ്റെ 100% വർക്ക് ചെയ്ത് അതിനെ ആ ലെവലിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കും. എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. എല്ലാ സിനിമയും നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മളതിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അത് ഇങ്ങനെ ഇന്ന ലെവലിൽ എത്തും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അത് ഇപ്പോഴും അത് എക്സ്പെക്റ്റേഷൻസ് കൂടാതെ വർക്കിങ്ങും ഉണ്ട് അതിൻ്റെ കൂടെ. കുറച്ച് ഒറ്റ വാക്കുകൾ പറയാം വിത്ത് റിലേറ്റഡ് ടു സിനിമ. ചേട്ടൻ ആ വാക്ക് കേൾക്കുമ്പം എന്താണോ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ചേട്ടൻ അത് പറയാവുന്നതാണ്. സ്ക്രിപ്റ്റ് റീഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷ്വലി കണ്ടായിരിക്കും വായിക്കുന്നത്. ഇപ്പോൾ ഈ സീൻ ഇങ്ങനെ വരാം, ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ നോക്കും. അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി വായിച്ചത് വാഴ 2ൻ്റെ സ്ക്രിപ്റ്റാണ്. അതെ. അത് കണ്ടപ്പോഴത്തേക്കും തന്നെ അത് കുറേ കാര്യങ്ങൾ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഓൾറെഡി ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു പടം ഹിറ്റാണെന്നുള്ളത്. ബട്ട് അതിന് ശേഷം പടം കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെയും മേളിലായിട്ട് തോന്നി ആ സംഭവം. അത് സ്ക്രിപ്റ്റിനെ അതിനെക്കാട്ടിയും നല്ല രീതിയിൽ സമൻസ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഫീഡ്ബാക്സ് എനിക്കിപ്പം ഞാൻ എൻ്റെ ഫീഡ്ബാക്സേ നോക്കാറുള്ളൂ. ബാക്കി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വന്നു, അഭിപ്രായം എന്താണെന്നൊക്കെ നോക്കും. അപ്പോൾ കുറേ പോസിറ്റീവ്സിൻ്റെ കൂടെ ഇടയ്ക്ക് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ നെഗറ്റീവ്സിനെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം വളരെ വേഗമായിട്ട് ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയുന്ന നെഗറ്റീവ്സ് അല്ല. എന്തെങ്കിലും ഒരു കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നോക്കും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം സിനിമയിൽ ചേട്ടനൊരു കോൺഫിഡൻറ്റ് ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പങ്കിടുന്ന അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടൊരു ഫീഡ്ബാക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആദ്യം ലീപ്പ് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ മെൻറ്റേഴ്സായിട്ട്? എൻ്റെ സിനിമയിലെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചത് അച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ അച്ഛനിപ്പോൾ ഇല്ല. അതിന് ശേഷം ഞാൻ അങ്ങനെ സിനിമ കാര്യങ്ങൾ അധികം ഡിസ്കസ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പം ഞാൻ തന്നെ ബിക്കോസ് നമുക്ക് അറിയാവുന്ന പോലെ ഫാമിലിയിൽ വേറെ ആർക്കും സിനിമയെ അത്ര ഡീപ്പായിട്ട് ഇൻഡസ്ട്രി അറിയണമെന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ചേട്ടനെ ലാസ്റ്റ് കരയിപ്പിച്ച സിനിമ? വാഴ 2. ഇപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്? കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഏതൊരു ആർട്ടിസ്റ്റും ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോയിട്ട് അയാൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രേക്കാണ് ഇന്നിപ്പം ഉള്ള ചേട്ടൻ്റെ സിറ്റുവേഷൻ. ഇന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ടുണ്ടോ? അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ലാസ്റ്റ് ഡിസംബറിലാണ് പോയത്. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമ്മളൊരു സിനിമയും ഇത്രയും വലിയൊരു സക്സസ് ആവുകയും എല്ലാം ആയപ്പോഴത്തേക്ക് അത് കാണാൻ അച്ഛനില്ലല്ലോ എന്നുള്ളൊരു മിസ്സിംഗ് ഉണ്ട്. ചെറുപ്പകാലത്ത് സിനിമയിൽ കയറി അന്ന് അങ്ങനെയൊക്കെ വളർന്നൊരു കുട്ടിയോട് ഇന്നത്തെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ഇറ്റ്? മാസ്റ്റർ അരുണിൻ്റെ അടുത്ത്. മാസ്റ്റർ അരുണിൻ്റെ അടുത്ത്. അതെ. മാസ്റ്റർ അരുണിൻ്റെ അടുത്ത് എനിക്കിപ്പം അങ്ങനെ ആസ് എൻ ആക്ടിങ് ലെവലിൽ അല്ല ആക്ടർ അരുണിൻ്റെ അടുത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പുള്ളി പോയതെല്ലാം വഴി എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയത്.
ചെയ്ത പടങ്ങളിലൊന്നും ആരും മോശമായിട്ട് പറയാതെ ഇരുന്നത് ഇരുത്തിയത് വലിയ സംഭവം തന്നെയാണ്. അത് ആരും അങ്ങനെ "അയ്യേ! ഇവനെന്താ ചെയ്തതെന്ന്" ഇതുവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്തതിൽ ഞാൻ താങ്ക്ഫുൾ ആണ്. നൈസ്. കുഡോസ് ടു യു. എന്താണ് അടുത്ത പ്രോജക്റ്റ്? അടുത്തത് ഞാനിപ്പം ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു. ആ വെബ് സീരീസിന്റെ പേര് ആങ്സൈറ്റി അശോക് എന്നാണ്. കൊള്ളാം. അതെ. അതിൽ അശോകായിട്ടാണ് ഞാൻ. അപ്പം അജിത് ജാനാണ് ഡയറക്ടർ. റാസിമാണ് പ്രൊഡ്യൂസർ. ഞാനും ആതിര പട്ടേലുമാണ് അതിൽ പെയറായിട്ട് ചെയ്യുന്നത്. ഫണ്ണ. ഒബ്വിയസ്ലി പേര് കേട്ട് അറിയാലോ. ആങ്സൈറ്റി ഉള്ള ഒരാൾ അയാൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യും, പിന്നെ അതിൽ കൂടെ എങ്ങനെ പോയി എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹ്യൂമർ രീതിയിൽ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിന് ശേഷം വേറെയും ഓഫേഴ്സ് ലൈക്ക് വാഴ 2ന് ശേഷം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ഒരു കോളൊന്നും വന്നിട്ടില്ല. ബട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്റ്റിൽ ആ പ്രോസസ്സ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു സക്സസ് ഉണ്ട്. ഓക്കെ, സക്സസ് കഴിഞ്ഞു. അതിനൊരു ഹാപ്പിനെസ് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് പടങ്ങളുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമായി നിൻ്റെ ക്യാരക്ടർ രജിസ്റ്ററായി, അതുകൊണ്ട് ഞാനിനി ഇങ്ങോട്ട് വരുന്നത് ഒരിക്കലും അല്ല. അങ്ങോട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോജക്റ്റ് വരട്ടെ. ചേട്ടനിപ്പം ഡയറക്ഷനിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ നേരത്തെ കോൺവെർസേഷനിൽ. അങ്ങനെ പോവുകയാണെങ്കിൽ എത്തരം പ്രോജക്റ്റ് ആയിരിക്കും ചേട്ടൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ ടു ലീഡ്? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പം ഒരുപാട് ടൈപ്പ് മൂവീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഇപ്പോഴൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇപ്പോൾ ഒന്ന് തിങ്ക് ചെയ്യാൻ പോകാത്തത്. നമുക്ക് എവിടെയെങ്കിലും ഒരു 1, 2 സബ്ജക്റ്റുകൾ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോഴും അതങ്ങ് അങ്ങോട്ട് എനിക്ക് ഹുക്കപ്പ് ആയില്ല. അപ്പോൾ അത് വർക്ക് ആകുമ്പോഴത്തേക്ക് എനിക്കത് ഓക്കെ, ഇത് എൻ്റെ പടമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നണം. അത് ഇതുവരെ വന്നിട്ടില്ല. ചിലർക്ക് ഉണ്ടാവുമല്ലോ നീഷായിട്ട് ത്രില്ലേഴ്സ്. കുറച്ച് ഹ്യൂമർ ജോണറിൽ ചെയ്താൽ കൊള്ളാമെന്ന് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. തമാശയാണ് ഇഷ്ടം. പിന്നെ ഓക്കെ, അപ്പം വാഴ 2നെ പറ്റി സംസാരിക്കാം. ഒന്നാമത് വാഴ 1 ഇറങ്ങി സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് വാഴ 2 എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്യുന്നത്. അപ്പം ചേട്ടൻ അത് എപ്പോഴാണ് കൺഫർമേഷൻ കിട്ടിയ പോയിന്റ്, ലൈക്ക് വാഴ 2 ചേട്ടൻ ഉണ്ടെന്നുള്ളത്? ഹൗ ഡിഡ് യു ഫീൽ? പ്ലസ് എങ്ങനെ ഉണ്ടായിരുന്നു വാഴ 2 പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? വാഴ ആക്ച്വലി 1 ഇറങ്ങിയപ്പോൾ തന്നെ സെക്കൻഡ് പാർട്ട് അതിൻ്റെ കൂടെ തന്നെ അനൗൺസ് ചെയ്തതാണ്. പിന്നീടല്ല, അതിൻ്റെ കൂടെ തന്നെ ആഷിറും ഇനി ഇവരുടെ കഥയാണ് വാഴ 2 എന്നുള്ള പോസ്റ്ററൊക്കെ അതിൽ തന്നെ റിവീൽ ചെയ്തതാണ്. പിന്നെ പടം തുടങ്ങാൻ കുറച്ച് എനിക്ക് തോന്നുന്നു അധികം ടൈം എടുത്തില്ല. 1 വർഷം 1.5 വർഷം എടുത്തെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ വ്യസന സമയത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷമാണ് വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് "മേഡം, വാഴയിലൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ജ്യൂസ് കട നടത്തുന്ന ഒരാളാണ്. പക്ഷേ അവനൊരു ഇന്നൊരു ഡീലറും കൂടിയാണ്" എന്ന് പറഞ്ഞ് വെച്ച ഒരു സംഭവമുണ്ട്. ഡ്രഗ് ഡീലറാണ്, പക്ഷെ കണ്ടാൽ പറയത്തില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അങ്ങനെ സീൻസൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കിന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. അതാണ് ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. കുട്ടേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഓൾമോസ്റ്റ് ഇത് കുട്ടേട്ടൻ എന്ന് പറഞ്ഞ പേര് ഭയങ്കര ഗ്രാമീണ വൈബുള്ളൊരു പേരാണ്. ആദ്യം മമ്മൂക്കയാണ് ആ പേരിൽ അഭിനയിച്ചിട്ടുള്ളത്. രണ്ടാമത് അജിച്ചേട്ടൻ, മൂന്നാമത് ചേട്ടൻ. ഇത് കൈമാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പേര് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ഉണ്ട്, കുട്ടേട്ടൻ ഇതാ പോകുന്നു, കുട്ടേട്ടൻ. അപ്പോൾ ഈ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഇന്നോഗ്രേഷനും ഫംഗ്ഷൻസിനൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ vibe? വാഴ ഇറങ്ങിയ ശേഷം ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചുമ്മാ റോഡിൽ പോവുക, ഒരു ചായ കുടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കൊക്കെ ആൾക്കാരൊന്ന് കുട്ടേട്ടനല്ലേ എന്ന് ചോദിക്കുന്നത് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കഥാപാത്രം ആൾക്കാർ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അതിലൊരു സന്തോഷം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഹാഷിർ ആൻഡ് ടീമിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? വൈബ് ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നൊന്നും തോന്നത്തില്ല. ഒന്നാമത് ആഷിറും ടീമും മാത്രമല്ല, സവിനും അങ്ങനെയാണ്. മൊത്തം നമ്മുടെ ക്യാമറ ടീമും എല്ലാവരും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഭയങ്കര ജോളി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാം പരിപാടിയെല്ലാം റെഡിയായി ഇവന്മാർ വന്നിട്ട് ഓക്കെ, സീൻ എന്താണ് ഇതെന്ന് പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് എല്ലാം വരും. സവിൻ്റെ കുറേ സജഷൻസ് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തമാശയ്ക്കാണ് ആ സീനിലേക്ക് എത്തുന്നത്. എത്തുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് ആകും. സിനിമ എന്നുള്ള കോൺസെപ്റ്റ്, അത് ആക്ഷൻ പറയുമ്പോൾ സംഭവം സീരിയസ് ആവുന്ന രീതിയിലായിരുന്നു അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പുതിയ ആൾക്കാരാണ് അവർ വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു ആക്ടിങ് സ്കിൽ രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ എന്നൊക്കെ ഒരു ചെറിയ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കത് കുഴപ്പമില്ല. എനിക്ക് അവർ ഭയങ്കര സിങ്കായിരുന്നു എല്ലാവരും. ഇപ്പോൾ ആഷിറാണെങ്കിലും അലനാണെങ്കിലും അജിനും വിനായകും എല്ലാം അടിപൊളിയാണ്. നമ്മൾ പടം കണ്ടല്ലോ, എല്ലാവരും അടിപൊളിയാണ്.
പിന്നെ എനിക്ക് തോന്നുന്നു അജിനായിട്ടൊക്കെ കുറച്ചും കൂടെ കണക്റ്റ് ആയിരുന്നു. ആണല്ലേ? കാരണം അജിൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ചേട്ടാ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. അത് ഓൾറെഡി അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് അവൻ്റെ രഹസ്യമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അപ്പം അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചേട്ടാ ഞാനൊരു രഹസ്യം പറയാം. അത് ചേട്ടൻ ആരടുത്തും പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓട്ട മത്സരത്തിനൊക്കെ ജോയിൻ ചെയ്യും. അപ്പം ഓട്ട മത്സരം നടക്കുന്നതിൻ്റെ തലേദിവസം രാത്രി ഇരുന്ന് സ്പീഡ് ട്രാക്ക് കാണുമെന്ന് പറയും. കമോൺ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അത് പുള്ളിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ന് നൈസ്. പറയാറുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ കൂടുതലും ചേട്ടൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതുവരെ നെഗറ്റീവ് ഷെയ്ഡ്സിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. വില്ലനിസം എന്ന് പറയുന്നത് പല രീതിയിലുണ്ടല്ലോ. ഇപ്പം ഞാൻ ആ ഡിഫറൻസിയേഷനിൽ ഞാൻ കാണുന്ന രീതിയിൽ ഞാൻ തുടങ്ങിയത് വില്ലനായിട്ടാണ്. ഒളിമ്പ്യനിൽ ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും അമ്മാതിരി മറ്റേ കൂട്ടുകാരൻ്റെ ചെവിയിൽ വാട്ടർ ഗണ്ണൊക്കെ അടിച്ച് അവൻ കാണിക്കാനുള്ള ടെററെല്ലാം ഓ. കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ മാറുന്നതാണ്. ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ആണ്. ഇപ്പം വ്യസന സമയത്ത് വരുമ്പോഴും ആ സിനിമയിൽ ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരുത്തനുണ്ടോ എന്നൊക്കെ പറയുന്നത് അതൊരു രീതിയിൽ വില്ലനിസം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ. പിന്നെ വില്ലനായിട്ട് ചെയ്യണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വില്ലൻ എന്നുള്ള ഇത് മാത്രമല്ല. എല്ലാം നെഗറ്റീവ് ചെയ്യണം, പോസിറ്റീവ് ചെയ്യണം, പ്ലസന്റ് ആയിട്ടുള്ള ചെയ്യണം, ഹ്യൂമർ ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, ഡാൻസ് ചെയ്യണം, എല്ലാം ചെയ്യണം. അങ്ങനെയാണ് എനിക്ക് ആഗ്രഹം. ചേട്ടൻ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടോ ബിഫോർ ലൈക്ക് ക്യാരക്ടർ ആവുന്നതിന് മുന്നേ? നമുക്ക് തരുന്നൊരു ക്യാരക്ടറിനൊരു ഡിഫറന്റ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി വർക്ക് ചെയ്യും. കുറച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ടൈപ്പ് അതിലെന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സജഷൻസ് ആയിട്ട് പറയും. അത് ഓക്കെ ആണെങ്കിൽ ചെയ്യും. ചേട്ടാ ഇനി ചേട്ടൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം റോളോ ജോൺറയോ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നമുക്ക് സിനിമയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അത് നോട്ടീസ് ചെയ്യപ്പെടുന്ന സിനിമകളിൽ ഭാഗമാവുക. അതിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. ഇനി മലയാളം ഇൻഡസ്ട്രിയിൽ കുട്ടികളായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? അയ്യോ! എനിക്ക് ഈ ജനറേഷനിൽ എനിക്ക് ഞാൻ വന്ന കാലഘട്ടം വേറെ, ഇതിപ്പം വേറെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഹെവി ആയിട്ട് ഞാൻ ചില കുട്ടികളുടെയൊക്കെ അതായത് ഞാൻ വന്നതിനെക്കാട്ടിയും യങ് ഏജിൽ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച ചില കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തു? ഇതിങ്ങനെ ഇവർ ഷൂട്ട് ചെയ്തത് എങ്ങനെ? ആ കൊച്ചെങ്ങനെ ആ ഇമോഷൻ ക്യാരി ചെയ്തു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അത് ഹെവിലി ടാലന്റഡ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ വേറൊന്നുമില്ല. ഈ ഓഡിഷൻസൊക്കെ തന്നെ ആയിരിക്കണം. കാരണം നമ്മൾക്ക് ഒരു ടാലന്റ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻസിലെല്ലാം നമുക്ക് പോർട്രേ ചെയ്യാം. അത് ചിലപ്പം എല്ലാ രീതിയിലുള്ള ഇമോഷൻസും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് അത് ചില ആൾക്കാർക്ക് ആ ടോട്ടാലിറ്റി വരെ അത് കമ്മ്യൂണിക്കേറ്റ് ആവത്തില്ലായിരിക്കും. ബട്ട് അത് ഈ ഇതേപോലത്തെ ഓഡിഷൻസിൽ പോകുമ്പോഴേ വർക്ക് ആവുള്ളൂ. അവർ തരുന്ന ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഓഡിഷൻസിന് പോവുക. അപ്പോൾ അതിൽ തരുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ തന്നെ ആയിരിക്കണം. എനിവേസ് ഇപ്പം കുട്ടേട്ടന് കിട്ടിയ ഒരു അംഗീകാരം പോലെ തന്നെ ചേട്ടൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ആങ്സൈറ്റി അശോക് എന്ന് പറഞ്ഞ ക്യാരക്ടർ വൻ ഹിറ്റായി മാറട്ടെ. ഓക്കെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്.